നമസ്കാരം, ഞാൻ ഗൗരി കൃഷ്ണൻ. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1,00,000 പേർ പങ്കെടുക്കുന്ന ഒളിമ്പിക് റണ്ണുമായി കേരളത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം. പാവോ നൂർമി ഗെയിംസിൽ സ്വർണം നേടി ജാവലിൻ താരം നീരജ് ചോപ്ര. പാരീസിലേത് തന്റെ അവസാന ഒളിമ്പിക്സ് എന്ന് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ്. വാർത്തകൾ വിശദമായി. 1,00,000 പേർ പങ്കെടുക്കുന്ന ഒളിമ്പിക് റണ്ണുമായി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിനൊരുങ്ങി കേരള ഒളിമ്പിക് അസോസിയേഷൻ. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ ഓർമ്മ പുതുക്കൽ ദിനമായ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23 സംസ്ഥാനത്ത് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി 1,00,000 പേർ പങ്കെടുക്കുന്ന ഒളിമ്പിക് ഡേ റണ്ണാണ് സംഘടിപ്പിക്കുന്നത്. കായിക താരങ്ങൾ, പ്രശസ്തരായ മുൻ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, വിവിധ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പോലീസ്, എക്സൈസ് സേനാംഗങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഒളിമ്പിക് റണ്ണിൽ പങ്കെടുക്കും. എല്ലാ ജില്ലകളിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ 5,000 പേർ മുതൽ 10,000 പേർ വരെ പങ്കെടുക്കുന്ന ഒളിമ്പിക് റണ്ണാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് 25,000-ലധികം പേർ ഒളിമ്പിക് റണ്ണിന്റെ ഭാഗമാകും. ഒളിമ്പിക് റാലിയുടെ ഉദ്ഘാടനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. മാനവീയം വേദിയിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന ഒളിമ്പിക് റൺ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ, ചീഫ് സെക്രട്ടറി വി വേണു എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഒളിമ്പിക് റൺ സമാപിക്കുക. ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരാഴ്ച നീണ്ട പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾക്കെതിരായ ബോധവൽക്കരണവും ഉത്തേജക മരുന്ന് ഉപയോഗം, സ്പോർട്സ് ഫോർ ഓൾ, സ്പോർട്സ് ഫോർ ഹെൽത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുത്ത സെമിനാറുകൾ, വിവിധ കായിക ഇനങ്ങളിലെ ടൂർണമെന്റുകൾ, പ്രചാരണ പരിപാടികൾ എന്നിവ നടന്നു. മുൻകാല കായിക താരങ്ങളും പുതുതലമുറ കായിക താരങ്ങളുമായുള്ള സംഗമങ്ങളും ഒളിമ്പിക് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ആദ്യമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി 1,00,000 പേർ പങ്കെടുക്കുന്ന ഒളിമ്പിക് റണ്ണും വിപുലമായ പരിപാടികളും നടക്കുന്നത്. 33ാം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നതിന്റെ ഭാഗമായി ചിയർ ഫോർ ഇന്ത്യ പരിപാടിയും ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള സ്പോർട്സ് കൗൺസിൽ, കായിക യുവജനക്ഷേമ വകുപ്പ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സഹായത്തോടെയാണ് ഒളിമ്പിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് അടുത്തു നിൽക്കെ ലോകവേദിയിൽ സ്വർണ്ണ തിളക്കത്തോടെ വീണ്ടും നീരജ് ചോപ്ര. ഫിൻലാൻഡിലെ പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ 85.97 മീറ്റർ ദൂരമെറിഞ്ഞാണ് പരുക്കു കാരണം 1 മാസത്തോളം മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന നീരജിന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു പാവോ നൂർമി ഗെയിംസ്. ഫിൻലാൻഡിലെ തുർക്കുവിൽ നടന്ന പാവോ നൂർമി ഗെയിംസിൽ ജാവലിൻ താരം നീരജ് ചോപ്ര സ്വർണം നേടി. 2022 ഇതേ ഇനത്തിൽ വെള്ളി നേടിയ നീരജ് തന്റെ 3ാം ശ്രമത്തിൽ 85.97 മീറ്റർ എറിഞ്ഞാണ് വിജയം ഉറപ്പാക്കിയത്. ഫിൻലൻഡുകാരനായ ടോണി കെരാനൻ 84.19 മീറ്ററോടെ വെള്ളി കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണ മെഡൽ ജേതാവ് ഹെലാൻഡർ 83.96 മീറ്റർ എറിഞ്ഞ് 3ാം സ്ഥാനത്തെത്തി. ഈ സീസണിൽ ദോഹ ഡയമണ്ട് ലീഗിൽ 2ാം സ്ഥാനവും കഴിഞ്ഞ മാസം ഭുവനേശ്വറിൽ നടന്ന ഫെഡറേഷൻ കപ്പിൽ സ്വർണവും നേടിയ ശേഷമാണ് 26-കാരനായ ചോപ്ര മത്സരത്തിനിറങ്ങിയത്. ഒളിമ്പിക്സിന് മുൻപ് ജൂലൈ 7 നടക്കുന്ന പാരീസ് ഡയമണ്ട് ലീഗ് മീറ്റിലും നീരജ് മത്സരിക്കുന്നുണ്ട്. പാരീസിലേത് തന്റെ അവസാന ഒളിമ്പിക്സ് എന്ന് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ്. ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇരുമ്പിന്റെ അഴികളുള്ള ഹെൽമറ്റ് ധരിച്ചു നിൽക്കുന്ന മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ് കരിയറിലെ തന്റെ 4ാമത്തെ ഒളിമ്പിക്സിന് ഒരുങ്ങുകയാണ്. 2012 ലണ്ടനിൽ തുടങ്ങിയ ഒളിമ്പിക്സ് പ്രയാണത്തിന് ഇത്തവണ പാരീസിൽ അവസാനം കുറിക്കുമെന്ന് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മലയാളി ഗോളി PR ശ്രീജേഷ്. കരിയറിലെ 4ാമത്തെ ഒളിമ്പിക്സിനൊരുങ്ങുന്ന ഈ കൊച്ചി പള്ളിക്കര സ്വദേശി ടോക്കിയോയിൽ വെങ്കലം നേടിയതാണ് കരിയറിലെ സ്വർണ്ണ തിലകം. 2 ഏഷ്യൻ ഗെയിംസുകളിൽ സ്വർണവും 2 കോമൺവെൽത്ത് വെള്ളിയും ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ 4 സ്വർണവുമാണ് ശ്രീജേഷിന്റെ പ്രധാന നേട്ടങ്ങൾ. 36-കാരനായ ശ്രീജേഷ് 2004 ജൂനിയർ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതു മുതൽ രാജ്യത്തിന്റെ കുപ്പായത്തിൽ കളിക്കുന്നു. കേരളത്തിനായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ 2 മലയാളി താരങ്ങളിൽ ഒരാളാണ് ശ്രീജേഷ്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് ഹോക്കിയിൽ നേടിയ വെങ്കലമാണ് മറ്റൊരു നേട്ടം. കളത്തിനോട് ഗുഡ് ബൈ പറഞ്ഞാൽ പരിശീലക വേഷത്തിലാകും ഇനി ശ്രീജേഷിനെ കാണാനാവുക. ബംഗളൂരുവിലെ പരിശീലന ക്യാമ്പിന് ശേഷം അടുത്ത മാസം 8 ഇന്ത്യൻ ഹോക്കി ടീം സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും. അവിടെ നിന്ന് 12 ഹോളണ്ടിലേക്കും. 20 ഒളിമ്പിക്സിനായി പാരീസിലെത്തുന്ന ടീമിന് ജൂലൈ 27 ആദ്യ മത്സരം. ന്യൂസിലൻഡാണ് എതിരാളികൾ. ടീമിലാകെ യുവതാരങ്ങളാണ്. അവർക്ക് നിർഭയം പോരാടാം. പോസ്റ്റിൽ അവർക്ക് ആത്മവിശ്വാസമായി മലയാളികളുടെ അഭിമാനമായി ശ്രീജേഷും ഉണ്ടാകും. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം.
26ാമത് കേരള സംസ്ഥാന സീനിയർ ജൂനിയർ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ജൂൺ 28 മുതൽ 30 വരെ കോഴിക്കോട് VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാന ജൂനിയർ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 1 മുതൽ 4 വരെ പാലക്കാട് വച്ചും സംസ്ഥാന സീനിയർ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 28 മുതൽ 31 വരെ ന്യൂ ഹോക്കി സ്റ്റേഡിയം കൊല്ലത്ത് വച്ചും നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.